Good morning. Welcome to our online class. നമ്മൾ ഇന്ന് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ എന്നതാണ് എടുക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്താ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇത് ജോമെട്രിക് മീൻ ഓർ ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക് മീനും ജോമെട്രിക് പ്രോഗ്രഷനുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നെക്സ്റ്റ് അടുത്തടുത്ത രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അടുത്തടുത്ത രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് അല്ല, അതിൻ്റെ റേഷ്യോ അഥവാ A2/A1 ഈക്വൽ ടു A3/A2. നോക്കാം, അപ്പം അങ്ങനെ വരുന്ന കോമൺ റേഷ്യോ ഈക്വൽ ആയിട്ടുള്ള പ്രോഗ്രഷനെയാണ് നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ടുള്ള അഥവാ കോമൺ ഡിഫറൻസ് ഉള്ള പ്രോഗ്രഷനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ കോമൺ റേഷ്യോ ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷനെയാണ് കോമൺ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? മറ്റേത് A-D A+D അങ്ങനെ അല്ലെങ്കിൽ A+D A+2D എന്ന രീതിയിലാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോയിരുന്നത്. അപ്പോൾ എന്നാൽ ജോമെട്രിക് പ്രോഗ്രഷൻ പോകുന്നത് നോക്കി എങ്ങനെയാ? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് ഈക്വൽ ടു AR² AR³ എക്സെട്ര A ഇൻറ്റു R⁴n. അപ്പം ഇവിടെ ആകുന്നത് നോക്കൂ, AR കോമൺ റേഷ്യോനെ നമ്മൾ സൂചിപ്പിക്കുന്നത് R എന്നാണ്. ഈ R കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കൂ, ഓരോ സ്റ്റെപ്പും കോമൺ റേഷ്യോ ആണ് R, കോമൺ റേഷ്യോ അല്ലേ? അപ്പം അതിൻ്റെ അത് കാണുന്നത് എന്ന് പറഞ്ഞാൽ A2/A1 ഈക്വൽ ടു R, A3/A2 ഈക്വൽ ടു R. അപ്പോൾ ഇവിടെ ഓരോ പ്രോഗ്രഷനും നോക്കൂ, AR/A മെയിൻ ക്യാൻസലായി, ബാക്കി എന്ത് വരുന്നുണ്ട്? AR²/AR. അപ്പം ഇത് രണ്ടും ക്യാൻസലായി പോകുന്നു ഇല്ലേ? ക്യാൻസലായി, അപ്പോഴും എന്ത് കിട്ടുന്നു? ഏതു രണ്ട് ടേംസിൻ്റെയും റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടുന്നത് എന്താ വരുന്നത്? R എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അതിൻ്റെ nth ടേം, ഒരു GPയുടെ nth ടേം എന്താണ്? ഒരു AP-യുടെ nth ടേം എന്താ? A+n-1 × D അല്ലേ? എന്നാൽ ഒരു GPയുടെ nth ടേം എന്താ വരുന്നത്? GPയുടെ nth ടേം ഓഫ് GP AN ഈക്വൽ ടു A ഇൻറ്റു R⁻n-1. A into R⁻n-1. Here A equal to first term, A equal to first term, and R equal to common ratio. R equal to common ratio. അപ്പം എന്താണ്? nth term of GP equal to AN equal to A into R⁻n-1, and the sum of the GP SN equal to A into R⁻n-1 by R-1, or A into 1 minus R⁻n by 1 minus R. Okay, അപ്പോൾ SN is equal to A into R⁻n-1 by R-1. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഹിയർ R greater than 1. ഓക്കെ, അതേപോലെ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, R less than 1. അപ്പം if R greater than 1 ആകുമ്പോൾ അതിൻ്റെ സം ഓഫ് ദ സീക്വൻസ് ഓർ GP ഈക്വൽ ടു A ഇൻറ്റു R⁻n-1 by R-1. ആൻഡ് R ലെസ് ദാൻ 1 ആകുമ്പോൾ അതിൻ്റെ സമ്മ് A ഇൻറ്റു 1 മൈനസ് R⁻n by 1 മൈനസ് R. ഇതാണ് ഇതിൻ്റെ സം ഓഫ് ദ GP എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട്, GM. നമ്മൾ AM എന്ന് പറഞ്ഞ പോലെ തന്നെ ABC എന്നത് ഒരു R in GP, then GM geometric mean equal to B equal to √AC. ഇതിലെ ABC എന്നത് ഒരു GP ആണെങ്കിൽ അതിൻ്റെ GM ജോമെട്രിക് മീൻ B ഈക്വൽ ടു √AC. എയുടെയും സിയുടെയും മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കാണുന്നതിനെയാണ്.
ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ പറയുന്നത്. an equal to a into r raised to n minus 1 and sn equal to a into r raised to n minus 1 by r minus 1 if r greater than 1, or a into 1 minus r raised to n by 1 minus r if r less than 1 and geometric mean GMB equal to root AC. അപ്പോൾ ഈ 3 ഇക്വേഷൻ നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കാം. ഇപ്പം ഒരു ജി പിയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ജി പി ഈക്വൽ ടു 1, 2, നെക്സ്റ്റ് എന്തായിരിക്കും 4, 8 എക്സെട്ര. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് ടേം എ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 2 by 1 ഈക്വൽ ടു 2, ഓർ എന്ത് വരുന്നുണ്ട് 4 by 2 ഈക്വൽ ടു 2. അപ്പോൾ കോമൺ റേഷ്യോ ആർ ഇസ് ഈക്വൽ ടു 2 ആൻഡ് എ ഈക്വൽ ടു 1. ഇതിൽ നമുക്ക് 10th ടേം കാണണം. 10th ടേം ഇസ് ഈക്വൽ ടു എ 10 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു 10 മൈനസ് 1, ദാറ്റ് ഈസ് എ ഇൻറ്റു ആർ റേസ് ടു 9. അപ്പോൾ എക്ക് വാല്യൂ കൊടുക്കാം. എ ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 റേസ് ടു 9. ദ സം ഓഫ് ദ 10th ടേം, sum of the 10th term equal to S10 equal to A into here R എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ വലുതാണ്, 1-നേക്കാൾ വലുതാണ്. അപ്പം A into R raised to n minus 1 by R minus 1. 1 into R എത്രയാ 2 raised to n എന്താ 10 minus 1 by 2 minus 1, that is 2 raised to 10 minus 1. That is the sum of the 10th term. ഇത് ഏത് ടേം വേണമെങ്കിലും നമുക്ക് കാണാം, എത്ര ടേമിൻ്റെ സമ്മ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ജി പിയുടെ സമ്മും അതുപോലെ ടേംസും എത്ര ടേംസ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജി പി കാണാം അല്ലേ, ജി എം കാണാം. ഇപ്പം 2-8 എന്നതൊരു ജി പി ആണ്. ആർ ഇൻ ജി പി, that is GM, geometric mean B equal to root AC, root of 2 into 8, that is root 16 is equal to 4. നമുക്കറിയാം നേരത്തെ 4 തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ 4 ആണ് ഇവിടെ എന്ത് കിട്ടുന്നത്, ജി എം എന്താണ് എന്നത്, ജോമെട്രിക് മീൻ 4 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. Find the 10th and nth term of GP. Find the 10th and nth term of GP. 10th term of GP 525, 125 etc. 10th ടേം ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എ ഈക്വൽ ടു 5 ആൻഡ് ആർ ഈക്വൽ ടു 25 by 5 ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ 10th ടേം എ 10 ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു 10 മൈനസ് 1, ദെൻ എ എത്രയാ 5 ഇൻറ്റു 5 മൈനസ് 10 മൈനസ് 1 9 ഈക്വൽ ടു 5 റേസ് ടു 10. And S10 equal to A into R raised to n minus സം അല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളോട് nth ടേം ആണ്, ദാറ്റ് ഈസ് an ഈക്വൽ ടു a into r raised to n minus 1, 5 into 10 n minus 1. ഓക്കെ, അപ്പോൾ എന്ത് വരും 5 raised to n, 5 raised to 1 plus n minus 1, അതാണ് എന്തായി മാറുന്നത് 5 raised to n. അപ്പോൾ nth ടേം ചോദിക്കുമ്പോൾ 5 raised to n, 10th ചോദിക്കുമ്പോൾ 5 raised to. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ nth ടേം അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം, ആ n-ന് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ n-ന് 10 കൊടുക്കുമ്പോൾ 10th ടേം കിട്ടുന്നു, 100 ആണെങ്കിൽ 100 ടേം കിട്ടുന്നു. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ.
In a GP, the third term is 24 and sixth term is 192. Find the tenth term. Okay, first നമ്മളോട് പറഞ്ഞിരിക്കുന്നത് third term A3 equal to A into R raised to 3 minus 1, that is A into R raised to 2 equal to 24. കണ്ടോ? And sixth term A6 equal to A into R raised to 6 minus 1, that is A into R raised to 5 equal to 192. Find the 10th term. That is 10th term അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? R എന്താണ് എന്നുള്ളത് അറിയണം, A എന്താണ് എന്നറിയണം. നമുക്ക് രണ്ട് ഇക്വേഷൻസ് മനസ്സിലായതിട്ട് ടേം മാത്രമേ അറിയുന്നുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഇതിനൊന്ന് A6/A3 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? A raised to 5/A square, A into R square equal to 192/24. 192/24 എത്രയാ? 8. Then A cancel ആയി. ഇവിടെ എന്ത് വരുന്നുണ്ട്? R cube equal to 8, then R equal to cube root of 8 equal to 2. R എന്നുള്ളത് 2 ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് A എന്താണെന്നുള്ളത് കിട്ടണം. R is equal to 2 is, നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. Is in 1 we get A R square equal to 24, which implies A R square 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ equal to 24, that is A equal to 24/A, 24/4 equal to 6, 24/4 equal to 6. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? That is 10th term A10 equal to A into R raised to 9. അപ്പം A എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ 6. Then R എത്രയാണ് കിട്ടിയത്? നമുക്ക് 2. 6 into 2 raised to 9. 6 into 2 raised to 9 is equal to 3072. 3072. ഓക്കെ, ഇതാണ് നമുക്ക് ഏതെങ്കിലും രണ്ട് ടേം അറിയാമെങ്കിൽ മൂന്നാമത്തെ നമുക്ക് ടേം കണ്ടുപിടിക്കാനുള്ള വഴി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ്. ഫൈൻഡ് ദ sum of the sequence. Find the sum of the sequence 777 to n terms. നോക്കൂ, find the sum of the sequence 777, 777 etc. അങ്ങനെ nth ടേംസ് വരെയുള്ള സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീക്വൻസ് എന്താ, സീരീസ് എന്താന്നുള്ളത് പറഞ്ഞു അല്ലേ? നമ്മുടെ എ പിയുടെ കാര്യത്തിൽ അരിത്തമെറ്റിക് സീക്വൻസും അരിത്തമെറ്റിക് സീരീസും പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ദ സം ഓഫ് ദ സീക്വൻസ് ഈസ് കോൾഡ് സീരീസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജോമെട്രിക് സീക്വൻസിന്റെ സമ്മിനെ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അത് മറക്കരുത്. അപ്പോൾ ജോമെട്രിക് സീരീസ് എന്തൊക്കെയാ വരിക? A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ജോമെട്രിക് സീരീസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 777 777.
അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കടക്കാം. നമുക്ക് കാണേണ്ടത് 70 ഇതാണ് പ്ലസ് എക്സെട്ര ഇസ് ആൻഡ് ജി പി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് എസ് എൻ ഈക്വൽ ടു സമ്മാണല്ലോ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും ഞാനിവിടെ 7 എന്നുള്ളത് ഒന്ന് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ ഇവിടെ എന്താ വരിക? 1 പ്ലസ് എക്സെട്ര പ്ലസ് n terms. ഇനി ഇതിനെ ചെയ്യുന്നത് നോക്കൂ, ഞാൻ 9 കൊണ്ട് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പോവാതെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഒപ്പം എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. പ്ലസ് n ടേംസ്. ആദ്യം ചെയ്തത് 7 പ്ലസ് 77 പ്ലസ് 777. ദെൻ 7 ഔട്ട്സൈഡ് എടുത്തു. 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര. ദെൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം അതിനെ മൾട്ടിപ്പിൾ ചെയ്തു. നോക്കാം, 7/9. ഈ 9നെ ഞാൻ 10 - 1 എന്ന് മാറ്റുന്നു. അതുപോലെ ഇതിനെന്ത് ചെയ്യാം? 100 - 1, 1000 - 1 പ്ലസ് എക്സെട്ര പ്ലസ് n ടേംസ്. ദാറ്റ് ഈസ് 7/9 ഇൻറ്റു ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. 100, 10 പ്ലസ് 100, 1000 പ്ലസ് എക്സെട്ര. പിന്നെ ഇതിൽ നിന്നോ ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, അങ്ങനെ nth -1, അതായത് -n ടേംസ്. 7/9 ഇതെന്തായി? ദിസ് ഇസ് എൻ ജി പി. 10, 100, 1000 അല്ലേ. അപ്പൊ ഇതിന്റെ സമയം എന്താ വരുന്നത്? a ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി നോക്കാം. a ഈക്വൽ ടു 10 ആൻഡ് r ഈക്വൽ ടു 10. അപ്പോ a ഇൻറ്റു r റേസ് ടു n - 1 ബൈ r - 1 മൈനസ് n. That is 7/9. 10 into 10 raised to n - 1 by 9. കണ്ടോ? ലാസ്റ്റ് വരുന്നത് 7/9. 10 into 10 raised to n - 1 by 9 minus n. It is the sum of the nth terms. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. 7 പ്ലസ് 77 പ്ലസ് 777 എക്സെട്ര. 7 ഞാൻ ഔട്ട്സൈഡ് എടുത്തു, ബാക്കി 1, 11, 111 അങ്ങനെ. ദെൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം ഞാൻ അതിനെ മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഈ 9നെ ഞാൻ 10 - 1 എന്ന് എഴുതി. ദെൻ ഇതിനെ 100 - 1, 1000 - 1 എക്സെട്ര. ഇതിന്റെ ടേമിനെ ഫസ്റ്റ് ടേമിനെ 10 പ്ലസ് ഇതിലെ 100, 1000 പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് -1 ഇവിടെ നിന്ന് കുറഞ്ഞു, ഇവിടെ നിന്ന് കുറഞ്ഞു, ഇങ്ങനെ എത്ര എണ്ണം കുറഞ്ഞു? nth ടേംസ് കുറഞ്ഞു. അതാണ് മൈനസ്. അപ്പോൾ 10 പ്രാവശ്യം 1 കുറയാണെങ്കിൽ -10. അപ്പോൾ അങ്ങനെയാണെങ്കിൽ nth ടൈം 1 കുറയാണെന്നുണ്ടെങ്കിൽ -n കുറയുന്നു. -n ടേംസ് ഉണ്ട്. ഓക്കെ. ദെൻ 7/9 ഇതൊരു ജി പി ആണ്. ദാറ്റ് ഈസ് അതിന്റെ സം എന്ന് പറഞ്ഞാൽ a ഇൻറ്റു r റേസ് ടു n - 1 ബൈ r - 1 മൈനസ് n. അപ്പം അതിവിടെ കൊടുത്തു. 10 - 1 = 9. ഇങ്ങനെയാണ് അതിൻ്റെ സം കാണേണ്ടത്. ഇതിൽ 7 മാറി 5 എന്നോ 4 എന്നോ ഏതൊരു നമ്പർ വേണമെങ്കിലും മാറി മാറി വരാം. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യേണ്ടത് ഏത് നമ്പറാണോ വന്ന് അത് ഔട്ട്സൈഡ് എടുക്കുക. ദെൻ അത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ജോമെട്രിക് മീൻ എന്താ? b ഈക്വൽ ടു √ac അല്ലേ. അപ്പോൾ നോക്കാം. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 so that the resulting sequence is a GP. ഓക്കെ, നേരത്തെ നമ്മൾ എ പിയുടെ ചെയ്ത അതേ രീതിയിൽ തന്നെ ജി പിയുടെയും ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ, ചിലപ്പം 5 നമ്പേഴ്സ് ഒക്കെ വരാം. അപ്പോൾ എന്തായാലും ഇത് നോക്കാം. Let G1, G2, G3 be the 3 numbers between 1 and 256 such that 1, G1, G2, G3, 250 is a GP അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ജി പി എന്താ? 1നും 256നും ഇടയിൽ ഇതാ 3 നമ്പേഴ്സ് വരുന്നത്. ഇത് ജി പി ആണെന്നും പറഞ്ഞിട്ടുണ്ട്.
ആണല്ലോ. ദെൻ അപ്പോൾ ഇത് എത്രാമത്തെ ടേമാ? ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അതാണ് ഫിഫ്ത്ത് ടേം. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നതാണ് a into r raised to 5 minus 1. That is a into r raised to 4. അതാണ് 256. Which implies a എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a is equal to 1 അല്ലേ? അപ്പം a എന്ന് പറഞ്ഞാൽ 1 ആണ് ആണല്ലോ. അപ്പം 1 into r raised to 4 equal to 256. That is r raised to 4 256. r is equal to root 256. r is to 4th root of r equal to 4th root of 256. That is plus or minus 4. അപ്പം a equal to 1 എന്നും കിട്ടി, r equal to 4 എന്നും കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെ സെക്കൻഡ് ടേം g1, ഇവിടെ നമ്മൾ സെക്കൻഡ് ടേമിന് g1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ a into r raised to 2 minus 1 അഥവാ a into r raised to 1. 1 into 4 equal to 4. g2 a into r raised to 3 minus 1. n minus 1 ഇത് സെക്കൻഡ് ടേം ആണ്, അതുകൊണ്ടാണ് 2 minus 1 കൊടുത്തിരിക്കുന്നത്. ഇവിടെ തേർഡ് ടേം ആണ് 3 minus 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ 16 കിട്ടി. ഇതോ തേർഡ് ടേം a into 4. ഈ 1 എന്നുള്ളത് ഒരു ഫസ്റ്റ് ടേം ഉണ്ട്. ഇപ്പം ഇതേതാ വരിക? സെക്കൻഡ് ടേം അല്ലേ? ഇത് തേർഡ് ടേം, ഇതെന്താ വരുന്നത്? ഫോർത്ത് ടേം. അപ്പോൾ a into r raised to n minus 1. 4 minus 1 equal to a into r raised to 3. 4 cube equal to 64. Then the resulting GP, sequence of GP equal to 1, 4, 16, 64 and 256. ഇത് തന്നെ പ്ലസ് ഓർ മൈനസ് 4 ആണ്. നമ്മൾ -4 ആണ് എടുത്തിരിക്കുന്നതെങ്കിലോ അപ്പോൾ 1 വരും. സെക്കൻഡ് ഇവിടെ -4 വരും. -4 into -4 16 വരും. 16 into -4 -64. Then -64 into -4 256. അപ്പോൾ നേരത്തെ a plus n minus 1 into d ആയിരുന്നു nth ടേം. ഇവിടെ എന്താ? a into r raised to n minus 1 ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ഇതിൽ കൊടുത്തോളാം. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് നമുക്ക് പറയുന്നത് the relationship between am and gm. The relationship between gm and am. അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. a equal to a plus b by 2 and g equal to root ab. a എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ആൻഡ് g എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മീൻ. ദാറ്റ് ഈസ് a minus g equal to a plus b by 2 minus root ab. That is a plus b minus 2 root ab by 2. അതിന് നമുക്ക് എന്ത് കിട്ടുന്നു? റൂട്ട് a മൈനസ് റൂട്ട് b ഹോൾ സ്ക്വയർ ബൈ 2. Greater than or equal to 0. That is a greater than or equal to g. That is the relationship between a greater than or equal to g. ഇതാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞത്. എപ്പോഴും a എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീന് ജോമെട്രിക് മീനിനേക്കാളും വലുതായിരിക്കും. a equal to a plus b by 2 and g ജോമെട്രിക് മീൻ equal to root ab. a മൈനസ് c, എയിൽ നിന്നും g മൈനസ് ചെയ്യുന്നു. അപ്പം a plus b by 2 മൈനസ് റൂട്ട് ab, റൂട്ട് ഓഫ് ab ഉണ്ട്. ദാറ്റ് ഈസ് a plus b മൈനസ് 2 റൂട്ട് ab by 2. അതിനെ നമുക്കത് ചെയ്യുമ്പോൾ എന്താ? റൂട്ട് a മൈനസ് റൂട്ട് b ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് a സ്ക്വയർ a റൂട്ട് b സ്ക്വയർ b മൈനസ് 2 റൂട്ട് ab ബൈ 2. അതെന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പം a എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീന് എപ്പോഴും ജോമെട്രിക് മീനിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് മീന്, ജോമെട്രിക് പ്രോഗ്രഷൻ ആൻഡ് ജോമെട്രിക് മീൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ nth ടേമും സമ്മും അറിയാമെങ്കിൽ നമുക്ക് nth ടേം അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു സീക്വൻസിൻ്റെയും ഏതൊരു ടേമും അല്ലെങ്കിൽ സം ഓഫ് ദ ടേംസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ള വ്യത്യാസം, മീൻസ് റിലേഷൻഷിപ്പ് am greater than or equal to gm.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, പ്രോബ്ലംസും എല്ലാം ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.